നമുക്ക് ഇന്ന് നമ്മുടെ വിഷയം വേദകാലത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്നാണ്. പൊതുവിൽ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നിന്ദിക്കുന്ന പലതും നമ്മൾ കേൾക്കാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ് സ്ത്രീകൾക്ക് നമ്മുടെ സംസ്കാരത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന്. എന്നാൽ ഇന്ന് ഉള്ളതിനേക്കാൾ വളരെ ഉയർന്ന ഒരു സ്ഥാനം സ്ത്രീകൾക്ക് വൈദിക കാലത്ത് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് മാത്രമല്ല, ഇങ്ങനെ ഉജ്ജ്വലമായ ഒരു സംസ്കാരത്തെ തമസ്കരിക്കുവാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേദകാലത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്ന, സമൂഹത്തിലുണ്ടായിരുന്ന നിലയും വിലയും അംഗീകാരവുമെല്ലാം വളരെ വലുതാണ്. അതിൻ്റെ ഒന്നാം തരം ദൃഷ്ടാന്തമാണ് വേദങ്ങളിൽ തന്നെ നോക്കിയാൽ എത്രയേറെ ഋഷികമാരാണ് നമുക്കുള്ളത്. പൊതുവിൽ വേദമന്ത്രങ്ങൾ ദർശിച്ച ആചാര്യന്മാരെ നമ്മൾ ഋഷിമാരെന്നാണ് പറയുന്നത്. ഋഷി എന്നാൽ ഋഷി എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം നരച്ച താടിയും തലയും ഒക്കെ നീട്ടിയിട്ടുള്ള കുറെ വയസ്സന്മാരായ പുരുഷന്മാരാണ് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ വേദം നോക്കുക, എത്രയേറെ സ്ത്രീകളാണ് അവിടെ ഋഷിമാരായിട്ടുള്ളത്. മിക്കവാറും ഋഷി എന്ന് തന്നെ പറയുന്നു. അതാണ് ഒന്നാമത് ഈ തുല്യമായ സ്ഥാനത്തിന്റെ ഒരു നിദർശനം, ഒരു തെളിവ് അത് തന്നെയാണ് ഋഷിമാർ എന്ന് പറയുന്നു. ചിലയിടത്ത് മാത്രം ഋഷിക എന്ന് സ്ത്രീലിംഗമായിട്ടുള്ള പദവും പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോ വേദമന്ത്രങ്ങൾ ദർശിച്ച ഋഷിമാരിൽ നല്ലൊരു പങ്ക് ഋഷികമാരാണ്. ഋഷിക എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു പക്ഷേ മൈത്രേയിയും പിന്നെ ഗാർഗിയും ഒക്കെ മാത്രമായിരിക്കും. പക്ഷെ മൈത്രേയിയും ഗാർഗിയും മാത്രമല്ല, ജുഗു, സൂര്യ, ഇന്ദ്രാണി, സരമ എന്നെല്ലാം പറഞ്ഞ്, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകമായി പരാമർശിക്കാൻ പോകുന്ന ഉർവശി, ഇവരൊക്കെ ഋഷികമാരാണ്. പലയിടത്തും ഋഷിക എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല, ഋഷി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു സ്ത്രീ പുരുഷ തിരിവ് പോലും വിവേചനം പോലും ഇല്ലാതെയാണ് ഋഷിമാരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഋഷിക എന്നുള്ളത് പിന്നീടുള്ള ആചാര്യന്മാര് ഇവരെ സ്ത്രീകളാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഈ ഋഷിക എന്നുള്ളത്. അപ്പോ അത്രയേറെ ഋഷിമാരുണ്ടായിരുന്നു സ്ത്രീകളായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിൽ എത്ര ഉയർന്ന ഒരു പദവി അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദങ്ങളുടെ ദാർശനികമായ ഭാഗമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷത്തുകൾ പല പല ഉപനിഷത്തുകളുണ്ട്, നമുക്കറിയാം. അതിൽ തന്നെ ശങ്കര ഭഗവത്പാദര് ഭാഷ്യം കൊടുത്തിട്ടുള്ള ഉപനിഷത്തുകളെ നമ്മൾ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളായിട്ട് പറയുന്നു. അത് 10 ഉപനിഷത്തുകളുണ്ട്. അതിന്റെ പേരൊക്കെ നിങ്ങളിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ സുപരിചിതമായിരിക്കും. പിന്നെ നമ്മൾ അതും കൂടെ പറഞ്ഞിട്ട് സമയം കളയേണ്ട കാര്യമില്ല. അപ്പോ അതിൽ തന്നെ ഐതിരേയോപനിഷത്തിൽ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീയെ ഒരിക്കലും ആരും നിഹനിക്കുകയില്ല, വധിക്കില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. വധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ആരും വ്രണപ്പെടുത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ പ്രാണാപായം വരുത്തുകയില്ല എന്നല്ല. അപ്പോ അവിടെ പറയാണ് സ്ത്രീയുടെ വലിയ മഹത്വമായിട്ട്
അവിടെ പറയുന്നുണ്ട്. സ്ത്രീക്ക് മാത്രമേ സ്പന്ദിക്കുന്ന ഹൃദയമുള്ള ഒരു ജീവനെ, ഒരു ജീവിയെ തൻ്റെ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്ത്രീയുടെ മാതൃത്വത്തെയാണ് അവിടെ അത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്പന്ദിക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയെ ഉദരത്തിൽ വളർത്തിക്കൊണ്ടുവരിക. ഏതുവരേക്കാണത് വളർത്തിക്കൊണ്ടുവരുന്നത്? അതിന് ഭൂമിയിൽ ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നതുവരെ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പൊ ഒരു അമ്മയിൽ ഒരു സമയത്ത് 2 ഹൃദയങ്ങൾ വർത്തിക്കുന്ന അവസ്ഥ വരെ ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ഥിതി ആർക്കില്ല? ഇത് പുരുഷനില്ല. പൊതുവിൽ സ്ത്രീയിലെ ഈ മാതൃത്വം അത് ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെയാണ്? എല്ലാവരിലും എന്താണ്? പുറമേ നിന്ന് എന്ത് നമ്മിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിനെ പുറന്തള്ളാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിൽ ആരംഭിക്കുന്നത് ഉടനെ തന്നെ. ഭക്ഷണ പദാർത്ഥമാകുമ്പോ കുറച്ചു നേരത്തേക്ക് അതിനെ ഉൾക്കൊള്ളും. ഏതുവരേക്കാണത്? അതിനെ ദഹിപ്പിച്ച് അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക അംശങ്ങളെ ആഗിരണം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാണ്? അതിനെ പുറന്തള്ളുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ ശരീരത്തിന് വേണ്ടത് എടുക്കാനുള്ള ആ ഒരു സമയം മാത്രമേ ഒഴിവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? പുറന്തള്ളൽ, പുറന്തള്ളൽ, പുറന്തള്ളൽ. ഇതാണ് നടക്കുന്നത് മുഴുവൻ, അല്ലേ? നമ്മൾ അപ്പൊ ഭക്ഷണം കഴിച്ചു, അതെടുത്തു, അത് പുറന്തള്ളി. വെള്ളം എടുത്തു, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു, അതിനെ പുറന്തള്ളും. നമ്മുടെ മൂക്കിലൊരു പൊടി കയറിയാൽ മതി, ചീറ്റിലായി, തുമ്മലായി, അതിനെ പുറത്ത് കളഞ്ഞു, അല്ലേ? അതുപോലെ ശരീരത്തിലൊരു മുള്ളു കൊണ്ടാൽ മതി, മുള്ളു കയറിയിരുന്നാൽ മതി, അപ്പൊ തന്നെ അവിടെ തീർന്നു, അവിടെ പഴുക്കാൻ തുടങ്ങി. ചരം വെച്ചു, അതിനെ പുറന്തള്ളി. എല്ലാം പുറന്തള്ളുക എന്നുള്ളൊരു പ്രക്രിയയാണ്. ഒരു ഫോറിൻ എലിമെന്റ് നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊണ്ടില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതാ അവിടെ പറയുന്ന ഐതിഹ്യോപനിഷത്ത് പറയുന്ന ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. ആ വിധത്തില അത്ര നന്നായിട്ടാണ് പറയുന്നത്. അമ്മയുടെ ഉദരത്തിലേക്ക് വരുന്ന ആ ശിശുവിനെ സ്വീകരിക്കാൻ അമ്മ സർവാത്മന തയ്യാറായി ഇരിക്കുകയാണ്. അതെങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്? യഥാ സ്വം അംഗം തഥാ സ തയാ ആത്മഭൂയം ഗച്ഛതി യഥാ സ്വമംഗം തഥാ. ആ ശിശു അമ്മയുടെ ഉദരത്തിലേക്ക് എത്തുമ്പോൾ ആ ശിശുവുമായി അമ്മ എന്താണ്? ഒന്നായിത്തീരുകയാണ്. എങ്ങനെയാണോ തൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം, അതുപോലെ തന്നെ അതിനെ സ്വീകരിക്കുന്നു. എന്നിട്ടോ ശരീരത്തിന്റെ ഒരംശം പോലെയല്ല, ഒരവയവം പോലെയല്ല, അതിനേക്കാൾ പ്രാധാന്യത്തോടെയാണ് ആ കുഞ്ഞിനെ ആ അമ്മ വളർത്തിക്കൊണ്ടുവരുന്നത്, തൻ്റെ ഉദരത്തിൽ ഇട്ട് വളർത്തിക്കൊണ്ടുവരുന്നത്. കാരണം അമ്മ തനിയെ എന്തായിത്തീരും? രക്തമില്ലാത്ത അവസ്ഥ, അനീമിയക്കായി മാറി എന്ന് വരുന്നു. പക്ഷെ ശിശുവിനെ അങ്ങനെയാകാൻ സമ്മതിക്കില്ല. അമ്മയുടെ ശരീരത്തിൽ ഒരു തുള്ളി രക്തമുണ്ടെങ്കിൽ അത് ശിശുവിനുള്ളതാണ്. അപ്പോ അങ്ങനെ തൻ്റെ ശരീരത്തിന്റെ ഭാഗമായി ആ ശിശുവിനെ ഭാവനം ചെയ്യുന്നവൾ, മാനിക്കുന്നവൾ എന്നാണ്, ബഹുമാനിക്കുന്നവൾ. അതുകൊണ്ട് എന്താണ്? ആ സ്ത്രീയെ ന ഏനാം ഹിനസ്തി, ആരും അവളെ ഹനിക്കുകയില്ല, ഉപദ്രവിക്കില്ല. എങ്ങനെ? ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ഒരാളും ആ സ്ത്രീയെ ഉപദ്രവിക്കുകയില്ല. അങ്ങനെ ആ ശിശുവിനെ വളർത്തിക്കൊണ്ട്, അപ്പൊ പുരുഷനില്ലാത്ത കഴിവാണ് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തില്ല? നമ്മുടെ ശരീരത്തിൽ ഒന്നിനെയും വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. ശരീരത്തിൽ ചിലപ്പോൾ രോഗാണുക്കൾ വളരും, അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ തോൽപ്പിച്ചുകൊണ്ടാണ്, അല്ലാതെ ഒരു സ്വാഭാവികമായിട്ടുള്ളതല്ല. ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിൽ വളരുന്നത്. കാരണം എന്താണ്? അങ്ങനെ ഒരെണ്ണം വന്നാൽ അതിനെ ഉടനെ തന്നെ നമ്മുടെ രക്താണുക്കളും, അല്ലെ, ശ്വേത രക്താണുക്കളൊക്കെ അവിടെയുണ്ട്, അതിനോട് യുദ്ധം ചെയ്യുന്നതിനും അവയെ നശിപ്പിക്കുന്നതിനുമായിട്ട്. അപ്പൊ ആ ഒരു സംവിധാനത്തെ തോൽപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ ആരും വളർന്നിട്ടുണ്ടാവും, അല്ലാതെ ഒന്നും സാധ്യമല്ല. അപ്പൊ ഇത് സ്ത്രീക്കുള്ള എത്രയോ വലിയ കഴിവാണ് എന്ന് അവിടെ ഐതിഹ്യോപനിഷത്ത് പറയുന്നുണ്ട്. സാ ഭാവയിത്രി ഭാവയിതവ്യ ഭവതി, ഭാവനം ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നവൾ. ഇങ്ങനെ ഒന്നിനെ, ഈ ശിശുവിനെ ബഹുമാനിക്കുന്ന ആ സ്ത്രീ ഭാവനം ചെയ്യപ്പെടേണ്ടവളാണ്. ഭാവനം ചെയ്യപ്പെടേണ്ടവൾ എന്ന് പറഞ്ഞാൽ
ആദരിക്കപ്പെടേണ്ടവളാണ് എന്ന് ഐതരേയോപനിഷത്തിൽ പറയും. പിന്നെയും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഉപനിഷത്തുകൾ. ബൃഹദാരണ്യകോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്തിലെ നമ്മുടെ ജനക മഹാരാജാവ് എന്താണ്, വലിയ ബ്രഹ്മജ്ഞനാണ്. അദ്ദേഹം ബ്രഹ്മജ്ഞനാണ്. അപ്പൊ അദ്ദേഹം എന്താണ്, ഓരോ തവണയും അദ്ദേഹം തന്റെ രാജധാനിയിൽ പല സദസ്സുകൾ നടത്തും ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ട്. വിദധങ്ങള് നടത്തും. വിദധം എന്ന് പറഞ്ഞാൽ എന്താണ്, സദസ്സുകളാണ്. അതാണ് നമ്മള് മേധാസൂക്തത്തിൽ പറയുന്നത്, ത്വയാ ജുഷ്ട ദുദമാന ദുരുക്താൻ ബൃഹദ്വദേമ വിദധേ സുവീരാഹ. മേധാദേവിയാൽ അനുഗ്രഹിക്കപ്പെടുന്നവരായ ഞങ്ങൾ വിദധങ്ങളിൽ, സദസ്സുകളിൽ ദുർഗ്രഹങ്ങളായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ, തിരുവചനങ്ങളെ ബൃഹത്തായി പറയുവാൻ ശക്തരാകട്ടെ എന്ന് പറയുന്നത്. അപ്പോ ജനകന്റെ രാജധാനിയിൽ പല പല സദസ്സുകൾ നടക്കും. ബ്രഹ്മജ്ഞന്മാർ അവിടെ വരും. അവർക്ക് വലിയ പാരിതോഷികങ്ങൾ അദ്ദേഹം കൊടുക്കും, ജനക മഹാരാജാവ്. ഒരിക്കൽ അദ്ദേഹം വളരെ ബൃഹത്തായ ഒരു ബമ്പർ പാരിതോഷികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വലിയൊരു പാരിതോഷികം പ്രഖ്യാപിച്ചു. അതെന്തായിരുന്നു? വലിയ ഒരു കൂട്ടം പശുക്കളായിരുന്നു. എങ്ങനെയുള്ള പശുക്കളായിരുന്നു അവ? കൊമ്പിലും കുളമ്പിലും സ്വർണം കെട്ടിയ പശുക്കൾ. അങ്ങനെയുള്ള പശുക്കളാണ്. ഒരു കൂട്ടം പശുക്കളെ നിർത്തിയിരിക്കാം. ജനകം പ്രഖ്യാപിക്കുന്നത് എന്താണ്? നിങ്ങളിൽ അവിടെ ഒരു പ്രത്യേക ജൂറിയെ ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല, അവാർഡ് കമ്മിറ്റിയൊന്നും അവിടെയില്ല. അവിടെ എങ്ങനെയാണ് ജനകം പറയുന്നത്? എന്താണ്? നിങ്ങളിൽ ഏറ്റവും വലിയ ബ്രഹ്മജ്ഞന് ഈ പശുക്കളെ കൊണ്ടുപോകാം. ആരും തിരഞ്ഞെടുക്കുന്നില്ല, സ്വയം ആർക്കും എന്ത് ചെയ്യാം, ഈ പശുക്കളെ കൊണ്ടുപോകാം. പക്ഷെ കൊണ്ടുപോകുമ്പോൾ എന്ത് വേണം? അതിന് ഉത്തരം പറയണം. അപ്പൊ ആളുകൾ ചോദ്യം ചോദിക്കും. ഏറ്റവും വലിയ ബ്രഹ്മജ്ഞനായിട്ട് സ്വയം അവരോധിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ പല ചോദ്യങ്ങളും ഉണ്ടാകും, അതിന് മറുപടി പറയണം, അതായത് വെറുതെ അങ്ങനെ കൊണ്ടുപോകാൻ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആരും അതിനെ കൊണ്ടുപോകാനില്ല. അപ്പോഴാണ് യാജ്ഞവൽക്യൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഈ പശുക്കളെ നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പലരും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വരുന്നു. പലരും ചോദ്യങ്ങൾ ചോദിച്ചു. ജനകമഹാരാജാവും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താണ്? ജിത്വാ ശൈലിനിഹി മാം അവദത് വാഗ്വൈ ബ്രഹ്മ ഇതി തന്മേ ബ്രൂഹി യാജ്ഞവൽക്യ എന്ന് പറയുന്നുണ്ട്. ജിത്വ മഹർഷി, ശിലിനിയുടെ മകൻ. ശിലിനി എന്ന ബ്രഹ്മർഷിയുടെ സ്ത്രീയാണ്. അവരുടെ മകനായിട്ടുള്ള ജിത്വ മഹർഷി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വാക്കാണ് ബ്രഹ്മം എന്നത്, അതായത് നാദ് ബ്രഹ്മം. തന്മേ ബ്രൂഹി യാജ്ഞവൽക്യ, അത് എനിക്ക് പറഞ്ഞു തന്നാലും യാജ്ഞവൽക്യ എന്നാണ് ആര് പറയുന്നത്? ജനകൻ പറയുന്നത്. അതിന് പുറമെ പലരും ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ജനകനെ അല്ല, യാജ്ഞവൽക്യനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന വിധത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത് ഗാർഗിയാണ്. ഈ പ്രപഞ്ചം എന്തിലാണ് നിലകൊള്ളുന്നത്? ഇതിന്റെ ഊടും പാവും എന്താണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഗാർഗി ചോദിക്കുന്നത്. ഗാർഗിയുടെ ചോദ്യങ്ങൾ കേട്ട് അല്പം ഒരു 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 പരിഭ്രമം ശരിക്കും ഉണ്ടായിട്ടുണ്ട് ഈ യാജ്ഞവൽക്യൻ പറയാണ്, ഗാർഗി നിന്റെ ചോദ്യം കേട്ടാൽ എന്താണ്, ശിരസ് തെറിച്ചു പോകും, ആ വിധത്തിലുള്ള ചോദ്യങ്ങളാണ് നീ പറയുന്നത് എന്നാണ് ഗാർഗിയോട് യാജ്ഞവൽക്യൻ പറയുന്നത്. അപ്പൊ നോക്കൂ, അവിടെ ചോദിക്കാൻ ആർക്കാണ് അവിടെ മടിയുള്ളത്? ആരാണ് അവിടെ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് പിന്നിലേക്ക് മാറി നിൽക്കുന്നത്? ഒരാളും മാറി നിൽക്കുന്നില്ല. എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച്, അറിവിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ആ സദസ്സിൽ എന്തുണ്ടായിരുന്നു? സ്ത്രീക്ക് വലിയ സ്ഥാനം തന്നെ അവിടെ കൽപ്പിക്കുന്നുണ്ട്. ഒരിടത്ത് വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പുറത്തു പോകട്ടെ. അവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പുറത്തു പോകട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് അവരെ പുറത്തേക്ക് വിടുന്നത്? അപ്പൊ ഗർഭസ്ഥ ശിശുവിന് സംത്രാസം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ഗർഭിണിമാർ ഇപ്പോ ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട്, ശരി, ഗർഭിണിമാരെല്ലാം വന്നുകൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. ഗർഭിണിമാരെയാണ് മാറ്റുന്നത്. അതെന്തിനാണ്? നമുക്കറിയാമല്ലോ, ഗർഭകാലത്ത് നമ്മുടെ ആളുകളൊക്കെ പല നിയന്ത്രണങ്ങളും ഉണ്ടാക്കാറുണ്ട്, അല്ലേ? ചിലരൊക്കെ ഒരു മുട്ട പോലും പൊട്ടിക്കില്ല ഗർഭിണികളായിട്ടുള്ളവരെ, അല്ലേ? അതൊരു ഒരു ത്രാസം,
ആ ശിശുവിനെ ഉണ്ടാക്കും എന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പം. അപ്പൊ ഈ വിധത്തിൽ നോക്കിയാൽ സ്ത്രീകൾക്ക് അത്യന്തം സമുന്നതവും സമുജ്വലവുമായ സ്ഥാനം വേദകാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ദൃഷ്ടാന്തമായിട്ട് ഋഗ്വേദത്തിൽ പറയുന്ന ഒരു മന്ത്രത്തിലെ ചില ഭാഗങ്ങൾ, മന്ത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താണ് ഒരു ഒരു പ്രകരണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് നോക്കാം. ഉർവശിയും പുരൂരവസും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പൊ ഉർവശി ആരാണ്? ഉർവശി ഒരു അപ്സരസാണ്. പുരൂരവസ് ഒരു രാജാവ്. പുരൂരവസ് ഉർവശിയെ കണ്ടപ്പോൾ അവളിൽ അദ്ദേഹത്തിന് ഗാഠമായ അനുരാഗമുണ്ടായി. അവളെ വിവാഹം കഴിക്കാൻ പുരൂരവസ് ആഗ്രഹിച്ചു. ഉർവശി അതിനെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഉർവശി പറഞ്ഞു, ഒരു വ്യവസ്ഥ പറഞ്ഞു. ഉർവശി ഒരു വ്യവസ്ഥ ഇങ്ങനെയാണ്. എന്താണത്? ഞാൻ അങ്ങയെ നഗ്നനായിട്ട് നമ്മുടെ ശയ്യയിലല്ലാതെ പുറത്തൊരിടത്തും കാണാൻ ഇടവരരുത്. അങ്ങനെ കാണാൻ ഇടവന്നാൽ ഞാൻ അങ്ങയെ വിട്ടുപോകും എന്ന് പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞു, എനിക്ക് 2 ആടുകളെ വളർത്തണം, അതിനങ്ങന്ന് അനുവാദം തരണമെന്ന്. 2 ആടുകൾ വളർത്താൻ. അങ്ങനെ എന്തുണ്ടായി? അവരുടെ വിവാഹം കഴിഞ്ഞു. അവരങ്ങനെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഉർവശിയുടെ ആടുകളെ ദേവന്മാർ തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ആടുകൾ വല്ലാതെ നിലവിളിച്ച് ബഹളമുണ്ടാക്കിയപ്പോൾ പുരൂരവസ് ആടുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ശയ്യയിൽ നിന്ന് ചാടി ഇറങ്ങി പുറത്തേക്ക്. അപ്പോൾ അദ്ദേഹം നഗ്നനായിരുന്നു. അപ്പോ ശയ്യയ്ക്ക് പുറമെ പുരൂരവസനെ നഗ്നനായി കണ്ടതോടെ ഉർവശി അദ്ദേഹത്തെ വിട്ടുപോയി. വളരെ സങ്കടപ്പെട്ട് പുരൂരവസ് നിലവിളിച്ചുകൊണ്ട്, രാജാവാണ്, ചക്രവർത്തിയാണ്, എന്നിട്ട് പോലും നിലവിളിച്ചുകൊണ്ട് അവിടെ അന്വേഷിച്ച് നടന്നു. വളരെ നാൾ അന്വേഷിച്ച് നടന്നതിന് ശേഷം അവിടെ മാനസ് സരസിൽ കണ്ടുമുട്ടി. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന സങ്കടമെല്ലാം മാറി പെട്ടെന്ന് ദ്വേഷമായി മാറി. അങ്ങനെയാണല്ലോ, വളരെ സങ്കടപ്പെട്ട ഒരാളെ കാണാതെ നമ്മൾ അന്വേഷിച്ച് നടക്കുക. കുട്ടികൾ സ്കൂളിൽ പോയി വരുന്നില്ല, വളരെ വൈകി വരാണ്ടാവുമ്പോൾ നമ്മൾ എന്താണ് എല്ലാവരോടും വിളിച്ച് ചോദിക്കുകയാണ്, എന്താ ഗുരുകേട്ടാ, എന്താ അവിടെ വല്ല ടൗണില് ഹർത്താലോ എന്തെങ്കിലും ഉണ്ടോ? കുട്ടി വന്നിട്ടില്ലോ പരിഭ്രമത്തോടു കൂടി അന്വേഷിക്കുകയായി അല്ലേ. എന്നിട്ടോ അപ്പൊ കാണാൻ കുട്ടി പാട്ടൊക്കെ പാടി മെല്ലെ വരുന്നുണ്ട്. കാണുമ്പോഴേക്കും ദേഷ്യപ്പെട്ടിയായിരുന്നു നീ അല്ലേ, ദേഷ്യം. അതുവരെയുള്ള ആ സങ്കടം അങ്ങ് മാറി ദ്വേഷം വരെയാണ്. അതുപോലെ തന്നെയാണ് പുരൂരവസനം. വല്ലാതെ ദ്വേഷം വന്നു. പുരൂരവസ് പറഞ്ഞു, ഹയേ ജായേ മനസാ തിഷ്ട ഘോരേ വചാംസി മിശ്ര കൃണുവാവഹൈന്നു നനൗ മന്ത്രാഹ അനുദിതാസയേതേ മയസ്കരൻ പരതരേച നാഹൻ. അല്ലയോ ക്രൂരയായ ഭാര്യയെ, നിനക്ക് എങ്ങനെയാണ് എന്നെ വിട്ടുപോകാൻ കഴിഞ്ഞത്? നിനക്ക് എങ്ങനെയാണ് അങ്ങനെ തോന്നിയത്? നീ അവിടെ നിൽക്കുക. എങ്ങനെ നിൽക്കണം? നീ മനസ്സോടുകൂടി, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സോടുകൂടി നീ അവിടെ നിൽക്കുക. കാരണം നാം ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചെങ്കിലും നിന്നോട് പറയാനായി ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയതൊന്നും ഇതുവരെയും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങനെയാണല്ലോ, സ്നേഹിക്കുന്ന ഒരാളോട് പിരിയേണ്ട ഒരു ഘട്ടം വന്നാൽ, അയ്യോ എനിക്ക് എന്തെല്ലാം പറയാനുണ്ടായിരുന്നു, ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ തോന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ നീ അവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം, അവസാനത്തെ നിമിഷം പോലും മനസ്സിന് സ്വസ്ഥതയുണ്ടാവില്ല. അതുകൊണ്ട് കേൾക്കാനായി നീ അവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഉർവശി പറഞ്ഞു അദ്ദേഹത്തോട്, കിമേതാ വാച കൃണുവാതവാഹം അപാസിഷം ഉഷസാം അഗ്രിയേവ. ഞാൻ അപാക്രമിഷം ഉഷസാം അഗ്രിയേവ പുരൂരവ പുനരസ്തം പരേഹി ദുരാപന വാതൈവാഹമസ്മി. പുരൂരവസേ കിമേതാ വാച കൃണുവാതവാഹം. എന്തിനാണ് ഞാൻ നിന്റെ വാക്ക് ഇനി കേൾക്കുന്നത്? നീ അത് തെറ്റിച്ചു. നമ്മുടെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വ്യവസ്ഥയെ നീ ലംഘിച്ചു. ആ വ്യവസ്ഥ ലംഘിച്ച നിന്റെ വാക്ക് എന്തിനാണ് ഞാൻ കേൾക്കുന്നത്? ഇത്ര ദൃഢമാണ് നോക്കൂ ഒരു സ്ത്രീയുടെ നിലപാട്.
എത്ര ഉറച്ച നിലപാടാണ്. അപ്പോ അതുകൊണ്ട് ഞാൻ ഇതാ കടന്നുപോയിരിക്കുന്നു, അപാക്രമിഷം, ഞാൻ കടന്നുപോയിരിക്കുന്നു. എന്തുപോലെ? ഉഷസാം അഗ്രിയേവ, ഉഷസ്സുകളിൽ മുൻപേയുള്ള ഉഷസ്സുകൾ പോലെ. മുൻപേയുള്ള ഉഷസ് എന്താണ്? ഇന്ന് വരെയുള്ള ഉഷസ്സുകളെല്ലാം ഇന്നിന്റെ മുമ്പിലുണ്ടായ ഉഷസ്സുകളാണ്. ആ ഉഷസ്സുകൾ ഒരെണ്ണം പോലും ഇനി തിരിച്ചു പിടിക്കാൻ ആർക്കും സാധ്യമല്ല. കഴിഞ്ഞുപോയ ഉഷസ്സുകൾ പോലെ പുരൂരവസെ നിനക്കെന്നെ പ്രാപിക്കാൻ കഴിയില്ല. തന്നെയുമല്ല, ദുരാപന വാദയുവാഹമസ്മി, വാദം പോലെ, വീശിപ്പോയ കാറ്റ് പോലെ ഞാൻ ദുരാപനയാണ്. ദുരാപന എന്ന് പറഞ്ഞാല് പ്രാപിക്കാൻ കഴിയാത്ത, വീശിപ്പോയ കാറ്റിനെ ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റും? പിടിച്ചു നിർത്താൻ പറ്റില്ല. അഥവാ വാദത്തെ, വായുവിനെ, പ്രാണവായുവിനെ പിടിച്ചു നിർത്താൻ പറ്റും? എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റും? അല്ലേ? 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റും? വാദം പോലെയാണ് ഞാൻ, എന്നെ നിനക്ക് പിടിച്ചു നിർത്താൻ കഴിയുകയില്ല എന്ന് ഉർവശി തറപ്പിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ നിന്റെ അടുത്തേക്ക് ഇനി വരുന്നില്ല, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പുരുരവസ് വളരെ സങ്കടപ്പെട്ടു. ഉർവശി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല, യാതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ചക്രവർത്തി എന്ന നിലയ്ക്ക് ഞാൻ പരാജയപ്പെട്ടു പോവുകയാണ്. ഒന്നുമില്ല. അപ്പൊ അവിടെയാണ് ഒരു കുടുംബ ബന്ധത്തിന്റെ ദൃഢത എത്രയാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഒരു പുരുഷനെ അവന്റെ സഹധർമ്മം ചരിക്കുന്നവളായിട്ട്, സഹധർമ്മം ചരത എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ആർഷമായ വിവാഹത്തിൽ അങ്ങനെയാണ്, സഹധർമ്മം ചര. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ധർമ്മം അനുഷ്ഠിക്കുക. രണ്ടുപേരുടെയും ധർമ്മം, ഒരാൾ അതിൽ ഇല്ലാതെയായാൽ ധർമ്മം അനുഷ്ഠാനം നടക്കുകയില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. പുരൂരവസ് പറയുന്നു, ഇഷുർണ ശ്രിയ ഇഷുദേരസന ഘോഷാഹ ഇഷുദേരസന ഘോഷാഹ ശതസാ നരംഹസീഹി അവീരേ ക്രദൗ വിദവിദ്യുതന്നോ ഉരാ നമാം യുഞ്ചി തയന്തധുനയ. അല്ലയോ ഉർവശി, നീ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇഷുക്കൾ എടുക്കാൻ പോലും എൻ്റെ ആവനാഴിയിൽ നിന്ന്, ഇഷുതി ആവനാഴി, തുണീരത്തിൽ നിന്ന് ഇഷുക്കൾ എടുക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. അടർക്കളത്തിൽ ശത്രുവിന് നേരെ ശരം പ്രയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ ശത്രുക്കളുടെ ധനത്തെ, ഗോധനം മുതലായവയെ അപഹരിക്കാനും എനിക്ക് സാധിക്കുന്നില്ല. ഇനി വീരന്മാരെയെല്ലാം, യോദ്ധാക്കളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ തനിയെ തന്നെ എൻ്റെ രാജസദസ്സിൽ ഇരുന്നു കൊണ്ട്, റോയൽ കോർട്ട്, അവിടെ ഇരുന്നു കൊണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നിടത്തും ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. മനസ്സിന് സ്വസ്ഥതയില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചക്രവർത്തി എന്നുള്ള, യോദ്ധാവ് എന്നുള്ള നിലയെല്ലാം പോകട്ടെ, ജനങ്ങളുടെ ക്ഷേമം നോക്കേണ്ടതല്ലേ? അതിനായിട്ട് രാജസദസ്സിൽ ഞാൻ ഇരിക്കുമ്പോൾ അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോവുകയാണ്. തന്നെയുമല്ല, എൻ്റെ യോദ്ധാക്കൾ ഇപ്പോൾ മനോവീര്യം നഷ്ടപ്പെട്ടവരായിട്ട് അടക്കളത്തിൽ സിംഹനാദം പുറപ്പെടുവിക്കുന്നതിന് പോലും അവർക്ക് സാധിക്കുന്നില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ ഭാരത യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധം, അതിനെക്കുറിച്ച് പറയുന്നിടത്ത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, സിംഹനാദം വിനദ്യോച്ചൈഹി ശംഖം ദദ്മൗ പ്രതാപവാനായിട്ടുള്ള ഭീഷ്മ പിതാമഹനാണ് ആദ്യമേ തന്നെ തസ്യ സംജനയൻ ഹർഷം. ആർക്ക് ഹർഷം സഞ്ജനിപ്പിച്ചുകൊണ്ട്? ദുര്യോധനനെ ഹർഷം ജനിപ്പിച്ചുകൊണ്ട് സിംഹനാദം, അതായത് വാർക്രൈ എന്ന് പറയുന്നത്, വലിയ ശത്രുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്നതായ ആ ആക്രോശം, അതിന് എൻ്റെ യോദ്ധാക്കൾക്ക് കഴിയുന്നില്ല ഉർവശി. അതുകൊണ്ട് നീ വരൂ. ഞാൻ വലിയ നാശത്തിന്റെ വക്കത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് നീ വരൂ എന്ന് കരഞ്ഞുകൊണ്ട് ഉർവശിയോട് പറയുന്ന ഈ പുരൂരവസ്. എന്തുകൊണ്ടാണ് ഉർവശി ഇങ്ങനെ ഇത്രയും ദൃഢമായിട്ട് ഉറച്ച മനസ്സോടെ അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയത്? ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഉർവശി സഹധർമ്മം അനുഷ്ഠിക്കേണ്ടവളല്ലേ? പിന്നെ എന്തുകൊണ്ടാണ്
അവിടെ ഉർവശി ഒരു ഒരു ഉഷസ്സിനോട് ഇങ്ങനെ പറയുന്നു. ഉഷസ്സിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് താൻ എന്തുകൊണ്ടാണ് പോയത് എന്ന കാര്യം പുരൂരവസനോട് നേരിട്ട് പറയുന്നതല്ല, അവിടെ ഉഷസ്സിനോട് പറയുകയാണ്. അല്ലയോ ഉഷസ്സെ, കാരണം ഉഷസ് എന്താണ്? ഉഷസ് സർവകർമ്മ സാക്ഷിയാണ്, അല്ലെ? സർവകർമ്മസാക്ഷികൾ ആരൊക്കെയാണ്? ആദിത്യചന്ദ്രവും അനിലോനലശ്ച ദ്യൗർഭൂമിരാപോ ഹൃദയം യമശ്ച അഹശ്ച രാത്രിശ്ച ഉഭയച്ച സന്ധ്യേ ധർമ്മശ്ച ജാനാതി നരസ്യവൃത്തം. ഇതെല്ലാം അപ്പൊ സന്ധ്യയും ഉഷസ്സും പിന്നെന്താണ്? സന്ധ്യ എന്ന് പറയുമ്പോൾ ഏതെല്ലാം സന്ധ്യകളാണ്? പ്രാതസന്ധ്യയും പ്രദോഷസന്ധ്യയും എല്ലാം എന്താണ്? സർവകർമ്മ സാക്ഷികളാണ്. അതുകൊണ്ടാണ് ഉർവശി ഉഷസ്സിനെ വിളിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത്. എന്താണ്? സാവസുദധതി ശുശുരായ വയഹ ഉഷോ ഉഷഹ. ഉഷസ്സിനെ വിളിക്കുന്നതാണ്. ഉഷോ യതി വഷ്ട്യന്തി ഗൃഹാത് അസ്തന്ന അസ്തന്ന നക്ഷേ യസ്മിൻ ചാഗം ദിവാനക്തം സ്നധിയാ വൈതസേന. അല്ലയോ ഉഷസ്സേ, ഞാൻ എത്രയോ മര്യാദക്കാരിയായിട്ടാണ് അവിടെ നിന്നിരുന്നത്. ഞാൻ എൻ്റെ ശുശുരന്, ശുശുരൻ ആരാണ്? ശുശുരൻ എന്ന് പറയുന്നത് അമ്മാനച്ചൻ, അറിയാമല്ലോ. അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, അദ്ദേഹത്തിന്റെ കാര്യമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അമ്മായിമ്മയുടെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് ആരാണ് അമ്മായിമ്മ? ഇളയാണ്, അല്ലേ? ഐളഹ എന്ന് പുരൂരവസനെ വിളിക്കുന്നുണ്ട്. ഇളയാണ് അമ്മായിമ്മ. ആ ഒരു രാജാവ് ആരാണ്? 6 മാസം സ്ത്രീയും 6 മാസം പുരുഷനുമായിട്ടുള്ള ഒരാളാണ്, അറിയാമല്ലോ. അവരുടെ മകനാണ്, ഇളയുടെ മകനാണ്. അതുകൊണ്ട് പുരൂരവസനെ ഉർവശി വിളിക്കുന്നുണ്ട് ഐളഹ, ഇളയുടെ മകനായ പുരൂരവസൻ. അതുകൊണ്ടാണ് ഇവിടെ ആരായിട്ടിരിക്കുന്നത്? ഇവിടെ അമ്മാനച്ചന്റെ കാര്യമേ പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഞാൻ വളരെ സംതൃപ്തയായി അവിടെ കഴിഞ്ഞിരുന്നതാണ്. എപ്പോഴാണ് ഞാൻ എൻ്റെ ഭർത്താവിന്റെ സമീപത്തേക്ക് പോകുന്നത്, അപ്പോൾ അദ്ദേഹം ദിനവും രാത്രവും അദ്ദേഹം എന്നോടൊപ്പം തന്നെയായിരുന്നു. ഒരു ചക്രവർത്തി എന്താകാൻ പാടില്ല? സദാസമയവും രാത്രിയും പകലും ഭാര്യയോട് എത്ര സ്നേഹമാണെങ്കിലും അവളോടൊപ്പമായിരിക്കാൻ പാടില്ല. അപ്പോൾ തൻ്റെ സാന്നിധ്യം ചക്രവർത്തിയുടെ കർമാനുഷ്ഠാനത്തിന്, ധർമാനുഷ്ഠാനത്തിന് കോട്ടം വരുത്തുന്നു എന്നുള്ള സത്യം ഉർവശിക്ക് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ചില വ്യവസ്ഥകളൊക്കെ വെക്കുന്നിടത്ത് അത്യാവശ്യത്തിന് അതിന് വളരെ വലിയൊരു ലോജിക്ക് അതിന്റെ പിന്നിലുണ്ടാവും, അല്ലേ? ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ശന്തന മഹാരാജാവും ഗംഗാദേവിയും അവരുടെ വിവാഹത്തിന് ഉള്ള വ്യവസ്ഥ എന്തായിരുന്നു? എൻ്റെ ഏതെങ്കിലും ഒരു ഇഷ്ടത്തിന് അങ്ങ് വിപരീതമായി നിന്നാൽ, വിരുദ്ധമായി നിന്നാൽ ആ നിമിഷം ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും എന്നാണ് ഗംഗാദേവി പറഞ്ഞത്. എന്നിട്ട് എന്തുണ്ടായി? അവർക്ക് മക്കളുണ്ടായി. ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായി. ഗംഗാദേവി ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഗംഗാ നദിയിൽ മുക്കിക്കൊന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് രാജാവ് ഒന്നും പറയാതിരുന്നത്? ചന്ദ്ര മഹാരാജാവ് ഒന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അവളുടെ ഇഷ്ടത്തിന് താൻ എതിര് പറഞ്ഞാൽ അവൾ തന്നെ ഉപേക്ഷിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ കുഞ്ഞുണ്ടായി, അതിനെയും അങ്ങനെ കൊന്നു. 7 കുഞ്ഞുങ്ങളെയും അങ്ങനെ കൊന്നു. രാജാവ് ഒരക്ഷരം പറഞ്ഞില്ല. 8ാമത്തെ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാണ് നമ്മുടെ ഭീഷ്മ പിതാമഹൻ. ആ കുഞ്ഞിനെ ഇതേപോലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ കൊണ്ടുപോയപ്പോ ചന്ദ്ര മഹാരാജാവ് പറഞ്ഞു, നിർത്തൂ, ഇത്രയും ഞാൻ ക്ഷമിച്ചു, ഇനിയും ഞാനിത് സഹിക്കുകയില്ല. ശരി, ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് ഗംഗാദേവി പോയി. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് അവർ ഭൂമിയിൽ ജനിച്ചത്? ഇവർ രണ്ടുപേരും ഭൂമിയിൽ ജനിച്ചത് തന്നെ നമുക്കറിയാം. ചന്ദ്ര മഹാരാജാവ് ശതഭിഷക് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു മുജ്ജന്മത്തിൽ. അദ്ദേഹം മരിച്ച് ബ്രഹ്മലോകത്ത് പോയി. അവിടെ ചെന്നപ്പോ അവിടെ ഗംഗാദേവി ഉണ്ടായിരുന്നു. ഒരിക്കൽ ബ്രഹ്മ സദസ്സിൽ വെച്ചിട്ട് ഗംഗാദേവിയുടെ മാറിൽ നിന്ന് ഉത്തരീയം വീണുപോയപ്പോൾ എല്ലാവരും താഴേക്ക് നോക്കിയിരുന്ന ആ സമയത്ത് ഈ ശതഭിഷക്ക് മാത്രം ഗംഗാദേവിയെ നോക്കി. ഗംഗാദേവി തിരിച്ച് ഇദ്ദേഹത്തെയും നോക്കി. ഇത് ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട്? കാമനകളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കുന്നതിനുള്ള സ്ഥലം ഇവിടമല്ല. അതുകൊണ്ടാണ് രണ്ടുപേരെയും ഭൂമിയിലേക്ക് അയച്ചത്.
അങ്ങനെയാണ് അവരുടെ വിവാഹം നടക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിലുള്ളതായ ഈ കാമനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് അവരുടെ ആ വിവാഹം തന്നെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു അറുതി വന്നിരിക്കുന്നു. മുൻപേ ഉണ്ടായിരുന്ന ആ അന്ധമായ ആ കാമന മാറിയിട്ട് ഇതാ വിവേകം ഉദിച്ചിരിക്കുന്നു അദ്ദേഹത്തിൽ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ ഗംഗാദേവിയുടെ ഇംഗിതത്തിന് അദ്ദേഹം എതിര് നിന്നത്. ഉടനെ തന്നെ മതി, അതിന്റെ പ്രസക്തി തീർന്നു. ഇനി നമ്മൾ ഒന്നിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഗംഗാദേവി എന്ത് ചെയ്തു? കുഞ്ഞിനെയും കൊണ്ടുപോയി. കുഞ്ഞിനെ കൊണ്ടുപോയി അതിനെ നന്നായി വളർത്തി ഉപനയനം ചെയ്ത് വിദ്യാഭ്യാസം ചെയ്യിച്ചതിന് ശേഷമാണ് കൊണ്ടുവന്നിട്ട് ആർക്ക് കൊടുക്കുന്നത്? ശന്തനു മഹാരാജാവിന് കൊടുക്കുന്നത്. അദ്ദേഹമാണ് പിന്നീട് ഭീഷ്മരായത് കഥകളൊക്കെ നമുക്ക് അറിയാം. കഥകളൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് ഇതെല്ലാം കേൾക്കുന്നത് എന്ന് എനിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അതുപോലെയാണ് ഇവിടെയും ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ എന്തായിരിക്കുന്നു? ഇപ്പൊ രാജാവ് എന്താണ് രാജസദസ്സിൽ പോകാത്തതായ അവസ്ഥ അല്ലേ? അപ്പോ എന്താണ് ഈ ഒരു അവസ്ഥ? അഗ്നിവർണ്ണ രാജാവിനെ പോലെ. അഗ്നിവർണ്ണൻ, രഘുവംശത്തിന്റെ നാശം വരുന്നത് എവിടെയാണ്? അഗ്നിവർണ്ണനിലാണ്. അതുവരെയുള്ള രാജാക്കന്മാരൊക്കെ എന്തായിരുന്നു? ഓരോ രാജാവും വരുന്ന സമയത്ത് മുൻപേയുള്ള അതിയശസ്വികളായ രാജാക്കന്മാരെ പ്രജകൾ മറന്നതുപോലെ ആയിരുന്നു. അത്രയേറെ പ്രഭാവമായിരുന്നു ഓരോ രാജാവിനും. പക്ഷെ പിന്നെ എന്തായി തീർന്നു? അത് കഴിഞ്ഞ് അഗ്നിവർണ്ണനിലെത്തിയപ്പോ അഗ്നിവർണ്ണൻ എപ്പോഴും സുഖലോലുപനായ ഒരു രാജാവായി മാറി. ഏത് സമയവും അദ്ദേഹം അന്തഃപുരത്തിലും നൃത്തശാലയിലും മാത്രമായി പോയി. പ്രജകൾ അദ്ദേഹത്തെ കാണണമെന്ന് ശാഠ്യം പിടിച്ചാൽ കിളിവാതിലിലൂടെ കാല് മാത്രം പുറത്തേക്ക് കാട്ടിക്കൊടുക്കുന്ന ഒരു രാജാവായിരുന്നു അഗ്നിവർണ്ണൻ. അതോടുകൂടി എന്തായി തീർന്നു? അദ്ദേഹത്തിന്റെ ഭരണത്തോടുകൂടി ആ വംശത്തിന്, രഘുവംശത്തിന് നാശം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജാക്കന്മാർക്ക് പാടില്ലാത്തതാണ് സുഖലോലുപത്വം എന്ന് പറയുന്നത്. അവരെപ്പോഴും പ്രജകൾക്ക് വേണ്ടി ക്ലേശിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ യജ്ഞമാണ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉർവശി പോകുന്നതിനും കാരണം ഇതാണ്. അപ്പൊ ഒരു നിമിത്തം അതിന് കിട്ടി. അദ്ദേഹത്തെ കണ്ടു, ഉടൻ തന്നെ ഉർവശി അവിടെ നിന്ന് പോയി. അപ്പൊ ഈ വസ്തുത അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ഉർവശി ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പുരൂരവസനോട് പറയാം. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ പറഞ്ഞാൽ നമുക്ക് ഇതൊരു മണിക്കൂറിനുള്ളിൽ നിർത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് അതിന് വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗം മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. ഉർവശി പറയാണ് പുരൂരവസനോട്, സമസ്മിൻ ജായമാന ആസദഗ്നാഹ ഉദയം അവർദ്ധൻ നദ്യസ്വഗൂർത്താഹ മഹേയത്വാ പുരൂരവോ രണായ അവർദ്ധയൻ ദസ്യുഹത്യായ ദേവാഹ. പുരൂരവസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ വികസിത രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം വന്നത് വളരെ അടുത്ത കാലത്താണ്. ആർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഉർവശി പറയാണ്, പുരൂരവസേ നീ രാജാവായത്, സമസ്മിൻ ജായമാനെ, നീ ജായമാനഹ, നീ രാജാവായി, നീ ജനിക്കുമ്പോൾ, നീ രാജാവായി മാറുമ്പോൾ, ആസത ഗനാഹ, ഗനാകളുണ്ടായിരുന്നു. ഗന എന്ന് പറഞ്ഞാൽ ആരാണ്? സ്ത്രീ എന്നർത്ഥം. ഗൈനി, ഗൈനി എന്നുള്ള വാക്കില്ലേ, ഒരേ റൂട്ടാണിത്, ഗൈനി. ആ ഗൈനി തന്നെയാണ് ഇവിടെ ഗന എന്ന് പറയുന്നത്. ഗൈനക്കോളജി ഒക്കെ ഉണ്ടല്ലോ, സ്ത്രീ രോഗങ്ങളൊക്കെ ഉണ്ട്. നീ ചക്രവർത്തിയായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതം അനുസരിച്ചിട്ടാണ്. അപ്പൊ ഒരാൾ രാജാവാകുമ്പോൾ സ്ത്രീക്ക് അവിടെ നിന്നിട്ട്, അതിനല്ലേ നമ്മൾ വോട്ടവകാശം, ഫ്രാഞ്ചൈസ് എന്നൊക്കെ പറയുന്നത്, അധികാരമുണ്ടായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതം അനുസരിച്ചാണ് നീ രാജാവായത്. അത് നിനക്ക് ഓർമ്മ വേണം. പിന്നെയോ ഉദയം അവർദ്ധൻ നദ്യസ്വഗൂർത്താഹ, സ്വേച്ഛയാ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന നദികളാണ് നിന്റെ രാജ്യത്തെ ഫലഭൂയിഷ്ഠമാക്കിയത്. ആ രാജ്യം ഫലഭൂയിഷ്ഠമായത് കൊണ്ടാണ് നീ ധനികനായത്, നീ സമ്പന്നനായത്. അതും നിന്റെ മാത്രം ഇച്ഛ കൊണ്ടോ പ്രഭാവം കൊണ്ടോ അല്ല. അതുകൊണ്ട് എന്താണ്? ഇത് നിനക്കായി നൽകപ്പെട്ടിരിക്കുന്ന സവിശേഷമായ ഒരു ചുമതലയാണിത്. നിനക്ക് ഇഷ്ടം പോലെ എന്താണ് നിന്റെ സുഖങ്ങളിൽ മുഴുകി നടക്കാനുള്ളതല്ല ഇത്. അത് നിന്നിൽ ഏത് വിധത്തിലുള്ളതായ കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുകയാണ് നിന്റെ ചുമതല. അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല? നീ ഇതൊന്നും ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല. നീ എന്ത് ചെയ്യണം? നീ പോവുക. മഹേയത്വ പുരൂരവോ രണായ അവർദ്ധയൻ ദസ്യുഹത്യായ ദേവാഹ. ദസ്യുക്കൾ, രാജ്യത്തിന്റെ ശത്രുക്കൾ,
രാജ്യത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ദസ്യുക്കളെ നിഗ്രഹിക്കുന്നതിനുള്ള ധർമ്മ്യമായ സംഗ്രാമത്തിന് വേണ്ടിയാണ് നിന്നെ ചക്രവർത്തിയാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ആ കൃത്യം അനുഷ്ഠിക്കുന്നതിന് നീ പോകണം എന്നാണ് പുരൂരവസനോട് ഉർവശി പറയുന്നത്. അപ്പൊ ദസ്യുക്കൾ ഹനിക്കുക, അത് തന്നെയാണല്ലോ ഭഗവത്ഗീതയിൽ പറയുന്നത്. ധർമ്മ്യാധി യുദ്ധാത് ശ്രേയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. ധർമ്മ്യമായ യുദ്ധത്തിൽ നിന്ന് യുദ്ധത്തെക്കാൾ കൂടുതൽ ശ്രേയസ്കരമായി മറ്റൊരു കൃത്യവും ക്ഷത്രിയനില്ല. അതുകൊണ്ട് ക്ഷതങ്ങളിൽ നിന്ന് ജനങ്ങളെ ത്രായണം ചെയ്യുക, അതിനുവേണ്ടി ദസ്യുക്കളെ നിഗ്രഹിക്കുക, അതിനുള്ള യുദ്ധമാണ്, സംഗ്രാമമാണ് നിനക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് നീ പോവുക എന്ന് അദ്ദേഹത്തോട് ഉർവശി പറഞ്ഞു. ഇനി എന്താണ് പറയാ? ഒരു നിലയ്ക്കും ഉർവശി വരാൻ നിവൃത്തിയില്ല. താൻ തിരിച്ചു പോകുന്നതിനുള്ള കാരണം അവിടെ സ്പഷ്ടമാക്കപ്പെട്ടിട്ടുണ്ട്. തന്റെ കർത്തവ്യം എന്താണ്? നീ പോയി നിന്റെ യജ്ഞം അനുഷ്ഠിക്കുക. ഒരു യജ്ഞ സംസ്കാരം നമുക്കുണ്ട്. അതെന്താണ്? നാം ചെയ്യുന്ന ഓരോ ധർമ്മ്യമായ കാര്യവും ഓരോ യജ്ഞമാണ്. നാം ഓരോരുത്തരും, ആരുമായിക്കൊള്ളട്ടെ, ആരും ചെയ്യുന്നത് നമ്മുടെ യജ്ഞമാണ്, നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഒരു കൃത്യം അനുഷ്ഠിക്കുന്ന ആൾ തൻ്റെ കർത്തവ്യാനുഷ്ഠാനമാകുന്ന ഹവിസ്സിനെ അഗ്നിയിൽ സമർപ്പിക്കുകയാണ് ദേവന്മാർക്കായിട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ യജ്ഞ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണ് ഒരു മാർഗം? എന്താണുള്ളത്? എന്താണ് പറയാനുള്ളത്? സ്ത്രീ പുരുഷന്മാർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ പലയിടത്തും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോ കുഞ്ഞിനു വേണ്ടി ഞാൻ അവകാശവാദം ഉന്നയിക്കില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ വിധത്തിലായിരിക്കുന്ന കാര്യങ്ങൾ. കാരണം കുട്ടികൾ എന്നത് പുരുഷന്റെയോ സ്ത്രീയുടെയോ മുഖ്യമായ പരിഗണനാ വിഷയം അല്ലാതെയായി മാറിയിട്ടുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതാണെങ്കിലും പുരൂരവസ് ഉന്നയിച്ച വിഷയം അതുതന്നെയാണ്. കഥാ നുസൂനു പിതരം ജാത ഇച്ഛാദ് ചക്രൻ അശ്രു വർത്തയദ്വിജാനൻ കോദമ്പതി മനസാ വിയുയേത് അധ യദഗ്നി ശുശുരേഷു ദീദയത് എന്നാണ്. അല്ലയോ ഉർവശി, നിന്റെ ഉദരത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന ഗർഭാഗ്നി, ഉദരത്തിലല്ല നിന്റെ ഹൃദയത്തിൽ ഉള്ളതായ ആ ഗർഭാഗ്നി, ആ ഗർഭം ധരിക്കുന്നത് ഹൃദയം കൊണ്ടാണ് അതിനെ വഹിക്കുന്നത്. അതിന്റെ സ്ഥാനം ഉദരത്തിലാണെങ്കിലും ഹൃദയം കൊണ്ടാണ്. അത്രയേറെ എന്താണ് വൈകാരികമായ അടുപ്പമാണ് ആ ശിശുവിനോടുള്ളത്, രണ്ടുപേർക്കും ഉള്ളത്. അപ്പോൾ നിന്റെ ഉദരത്തിലുള്ളതായ ആ ഗർഭാഗ്നി അഥവാ ആ ശിശു അതിൻ്റെ വളർച്ച പൂർത്തിയായിട്ട് ഭൂജാതനായിട്ട് അതിൻ്റെ അച്ഛനെ അന്വേഷിച്ച് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് എപ്പോഴാണ് നിന്റെ ശുശുരന്റെ മുന്നിൽ വന്നു നിൽക്കുക? നിന്റെ അമ്മാനച്ഛന്റെ മുന്നിൽ. എന്തുകൊണ്ടാണ്? നീ എന്നെ പിരിഞ്ഞത് കൊണ്ട് ഒരു പക്ഷേ എൻ്റെ അടുത്തേക്ക് ശിശുവിനെ നീ അയക്കുകയില്ലായിരിക്കും. എങ്കിലും ആ ശിശു അതിൻ്റെ അച്ഛനെ അന്വേഷിച്ച് നിലവിളിക്കുമ്പോൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ആ ശിശു എപ്പോഴാണ് അതിൻ്റെ പിതാമഹന്റെ അടുത്ത് വരിക? നിന്റെ ശുശുരന്റെ അടുത്ത് എപ്പോഴാണ് ആ ശിശു വരിക എന്നാണ് ചോദിച്ചത്. കാരണം എന്താണ്? ഏതൊരു ശിശുവാണ് ദമ്പതിമാരെ മനസ്സുകൊണ്ട് വിയോജിപ്പിക്കുക? ഒരു ശിശു ഉണ്ടായിക്കഴിഞ്ഞാൽ ദമ്പതിമാർ ഒരിക്കലും മനസ്സുകൊണ്ട് വിയോജിക്കുകയില്ല എന്നാണ് പുരൂരവസ് പറയുന്നത്. ശിശു ഉണ്ടായിക്കഴിയുമ്പോൾ ദമ്പതിമാരിൽ തമ്മിലുള്ള ഒരല്പം അകലം, അത് എവിടെയാണ്? അത് ശാരീരികമായ അകലം അല്ലേ? ഭാര്യാഭർത്താക്കന്മാർക്കിടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും മധ്യത്തിൽ കിടക്കുന്ന ഒരു ശിശു. അപ്പൊ അവർ തമ്മിലുള്ളതായ ആ അകലം എന്തുകൊണ്ടാണ്? ശാരീരികമായ അകലം മാത്രമാണ്. മനസ്സുകൊണ്ട് അവർ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോ ദമ്പതി മനസാ വിയുയാത്, ഏത് ശിശുവാണ് ദമ്പതിമാരെ മാനസികമായി അകറ്റുക? ഒരിക്കലും അകലുകയില്ല. അപ്പൊ അതുകൊണ്ട് ആ ശിശു എന്താണ്? അതിൻ്റെ മുത്തശ്ശനെ, പിതാമഹനെ പിതാവിനെ അന്വേഷിച്ച് എപ്പോഴാണ് കണ്ണുനീർ പൊഴിച്ച് ഇവിടെ വന്നു നിൽക്കുക എന്നാണ്. അതിന് ഉർവശിക്ക് കൃത്യമായിട്ടുള്ള തൻ്റെ അടുത്തോട് കൂടിയുള്ള മറുപടി ഉണ്ട്. തൻ്റെ അടുത്തോട് കൂടിയുള്ള മറുപടിയാണ് ഉർവശി പറയുന്നത്. എന്താണ്? പ്രതിബ്രവാണി, ഞാനിതാ അതിന് ഉത്തരം പറയുന്നു അങ്ങേക്ക്. ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വർത്തയതേ അശ്രു
കുട്ടി ഉണ്ടായാൽ കുട്ടി കണ്ണുനീർ പൊഴിക്കും, സംശയമൊന്നുമില്ല. ഒരു കുട്ടി ചോദിക്കും, ആരാണമ്മേ? എൻ്റെ അച്ഛൻ, എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ എന്നല്ല ഞാൻ പറയുന്നത്. അതിനൊരു സമയമുണ്ടല്ലോ. ആ സമയം വരുമ്പോ കുഞ്ഞു ചോദിക്കും, എൻ്റെ അച്ഛൻ ആരാണ്? എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ കണ്ണുനീർ പൊഴിക്കും പലപ്പോഴും. അപ്പോ ചക്രൻ അക്രന്ത ദദാദ്യേ ശിവായൈ, ആ ശിവം, ആ മംഗളം, ആ ശിശു തന്നെ മംഗളമാണ്. ആ ശിശു തന്റെ പിതാവ് ആകുന്ന ആരാണെന്ന് അറിയാനുള്ള ആ മംഗളത്തിന് വേണ്ടി ആ ശിശു കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അതെന്ത് ചെയ്യും? പ്രതത്തെ നവ യത്തെ അസ്മേ പരേഹി അസ്തം നഹി മൂരമാപഹ. പറയാണ്, ആ കുട്ടി ആ അച്ഛനെ അന്വേഷിച്ചുകൊണ്ട് അതിന്റെ പിതാമഹന്റെ അടുത്തല്ല, അഥവാ എന്റെ ശ്വശുരന്റെ അടുത്തല്ല, അങ്ങയുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കും. അങ്ങയുടെ സമീപത്തേക്ക് തന്നെ ഞാൻ ആ ശിശുവിനെ കൊണ്ടുവരും. എവിടേക്കാണ് ഒളിക്കുന്നത്? വേറെ എവിടെയാണ് കൊണ്ടുപോകുന്നത്? അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ ആ ശിശുവിനെ തരും. അതിനെ ജീവിക്കാനുള്ളതായ ആ ഒരു സ്ഥിതി വന്നു കഴിയുമ്പോൾ, പ്രാപ്തി അതിനുണ്ടായി കഴിയുമ്പോൾ, അതുകൊണ്ട് പുരൂരവസ്ഥ നീ പോവുക. നീ കൂടുതലൊന്നും ചോദിച്ചിട്ട് എന്റെ അടുത്ത് നിൽക്കണ്ട, നീ പോവുക. മൂര എന്ന് പറഞ്ഞ അർത്ഥം വിഡ്ഢി എന്നാണ്. വിഡ്ഢിയായിട്ടുള്ള പുരൂരവസ്ഥയെ നീ പോവുക. ന മാ ആപഹ, എന്നെ നിനക്ക് ഒരിക്കലും പ്രാപിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീ പോയിക്കൊള്ളൂ എന്ന് ഉറപ്പിച്ച് തന്നെ പുരൂരവസിനോട് ഉർവശി പറയുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് പുരൂരവസ് മാർഗമൊന്നുമില്ല. പിന്നെയും കുറെ മന്ത്രങ്ങൾ അതിനിടയ്ക്കുണ്ട്. എങ്കിലും 1-2 മന്ത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്താം. അല്ലെങ്കിൽ നമുക്കത് എന്താണ് മുഴുവൻ പറയാൻ നമുക്ക് നേരം കിട്ടില്ല. പുരൂരവസ് പറയാണ്, സുദേവോ അദ്യ പ്രപദേദനാവൃത് പരാവതം പരം ആഗന്ധവാഉ അദാശൈത നിരുഹൃതേരുപസ്ഥേ ദൈനം മൃഗ രഭസാസോ അദ്യുഹു. പുരോഹിതൻ ഇതാണ് പറയുന്നത്, ഈ ഞാൻ ഈ സുദേവ, നിന്റെ മുന്നിൽ നിൽക്കുന്ന ശോഭിക്കുന്നവനായ ഈ ദേവൻ, ഈ ഞാൻ എന്ത് ചെയ്യട്ടെ? അദ്യ പ്രപദേത് അനാവൃത്, ഇവിടെ ഞാൻ ഇതാ ഈ ഒരു വിരിപ്പൊന്നുമില്ലാത്ത ഈ ഉറച്ചതായ ഈ നിലത്ത് ഞാൻ വീണ് മരിച്ചു കൊള്ളട്ടെ. ഞാനിവിടെ അനാവൃത്, സാധാരണ എവിടെയാണ് കിടക്കുന്നത്? നല്ല വിരിപ്പൊക്കെ ഇട്ട ശയ്യയിലാണ്. ഇതാ ഒന്നുമില്ലാത്ത ഈ സ്ഥണ്ടിലെ ഞാൻ ഇവിടെ വീണുകൊള്ളട്ടെ, ഈ സ്ഥലത്ത്. അനാവൃത് അല്ലെങ്കിൽ പരാവതം പരം ആഗന്ധവാ ഉ, അതും ഒന്നുമല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു യാത്ര പുറപ്പെട്ടു കൊള്ളട്ടെ. തിരിച്ചു വരവില്ലാത്ത ഒരു യാത്ര, മഹായാത്ര, ഞാനത് അങ്ങനെ യാത്ര ചെയ്തു കൊള്ളട്ടെ. അതാ ശയീത നിരുഹൃതേരുപസ്ഥേ, അല്ലെങ്കിൽ ഞാൻ നിർഹൃതി, മരണദേവതയായിട്ടുള്ള നിർഹൃതിയുടെ മടിത്തട്ടിൽ ഞാൻ വീണുകൊള്ളട്ടെ. അല്ലെങ്കിൽ എന്താണ്? വൃഗ രഭസാസഹ വൃഗാഹ, മൃഗങ്ങൾ, ചെന്നായ്ക്കൾ എന്റെ ശരീരം കടിച്ചു തിന്നുകൊള്ളട്ടെ എന്നാണ് പുരൂരവസ് പറയുന്നത്. അത്രയേറെ ഭഗ്നാശനായി അദ്ദേഹം. പക്ഷെ പുരൂരവസ് ഉർവശി വിട്ടില്ല. ഉർവശി പറഞ്ഞു അദ്ദേഹത്തോട്, പുരൂരവോ മാ മൃധാഹ മാ പ്രപപ്ത മാ ത്വാ വൃഗാസോ അശിവാസ ഉക്ഷൻ ന വൈ സ്ത്രൈണാനി സഖ്യാനി സന്ധി സാലാവൃഗാണാം ഹൃദയാന്യതാ. പുരൂരവസേ മാ മൃധാഹ, നീ മരിക്കരുത് പുരൂരവസേ. നീ മരിച്ചാൽ നിന്റെ കർത്തവ്യം ആരാണ് അനുഷ്ഠിക്കുന്നത്? നീ വിചാരിച്ചതുപോലെ നിസ്സാരമായൊരു സ്ഥാനമല്ല ചക്രവർത്തി എന്ന് പറയുന്നത്. അത് നിന്റെ മാത്രം ഇഷ്ടമനുസരിച്ചുമല്ല. ഏതൊരു സ്ഥാനവും ഒരാളുടെ മാത്രം പ്രഭാവം കൊണ്ടുള്ളതല്ല. അതെന്തുണ്ട്? അതിൽ ഈ ലോകത്തിന്റെ മുഴുവൻ ഇംഗിതം അതിന്റെ പിന്നിലുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതം അതിന്റെ പിന്നിലുണ്ട്. അവരോടൊക്കെ നിനക്ക് ചുമതലയുണ്ട്. ഈ വെറുതെ അങ്ങോട്ട് പോയിട്ട് ഇന്നിപ്പോ കുട്ടികൾ കാണിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നതല്ല പുരൂരവസേ ഈ രാജാവിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതങ്ങനെ കളയാൻ പറ്റില്ല. അതുകൊണ്ട് മാ മൃതാഹ, നീ മരിക്കരുത്. മാ പ്രപപ്ത, നീ പതിക്കരുത്. മാ ത്വാ വൃക അശിവാസ ഉക്ഷൻ, ഏറ്റവും അമംഗള സ്വരൂപിണികളായിട്ടുള്ള ചെന്നായ്ക്കൾ നിന്റെ ശരീരം കടിച്ചു കയറാനും തിന്നാനും പാടില്ല. പിന്നെ പുരൂരവസേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്.
നൈതാ സ്ത്രൈണാനി സഖ്യാനി സന്ധി സാലാവൃകാണാം ഹൃദയാന്യത. സ്ത്രീകൾക്ക് സ്ഥിരമായ സഖ്യമൊന്നും ഇല്ല പുരൂരവസേ. സാലാവൃഗങ്ങളുടെ ചെന്നായിയുടെ ഹൃദയമാണ് സ്ത്രീയുടേത്. ഹൃദയാന്യത ഏതാന്നുള്ളത് ഏതാസാം എന്ന അർത്ഥത്തിലാണ് വിഭക്തി വിപര്യം വരുത്തിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഋഷിമാരുടെ അധികാരമാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അതിനൊന്നും പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെന്നായിയുടെ ഹൃദയമാണ് സ്ത്രീയുടേത്. അവർക്ക് എന്തില്ല? സ്ഥിരമായ സഖ്യങ്ങളില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിൽക്കുമ്പോൾ ഉള്ള ആ സഖ്യം, ആ സഖീഭാവം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഇല്ലാതെയായിത്തീരുന്നു. അങ്ങനെയല്ലേ? ഏതൊരു വ്യവസ്ഥയും അങ്ങനെയല്ലേ? ആ വ്യവസ്ഥ പാലിക്കുന്നിടത്തോളം എന്തുണ്ട്? അതിന്റെ ദൃഢത അവിടെയുണ്ട്. അതിൽ നിന്ന് ഒരാൾ തെറ്റിയാൽ എന്തായിത്തീരുന്നു? അതിനാൽ തന്നെ ഇറ്റ് ഗെറ്റ്സ് നള്ളിഫൈഡ്. അതെന്താണ്? അത് നിർവീര്യമാക്കപ്പെടും. അല്ലേ? നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിയമങ്ങൾ പാർലമെന്റ് നിയമം ഉണ്ടാക്കുന്നു, അസംബ്ലികൾ നിയമം ഉണ്ടാക്കുന്നു, പിന്നെ പല അതോറിറ്റികളും നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഏത് നിയമം ഉണ്ടായാലും അതെങ്ങനെയായിരിക്കണം? അത് ഒരിക്കലും ഇൻകൺസിസ്റ്റന്റ് ആകാൻ പാടില്ല. എന്തുമായിട്ട്? നമ്മുടെ ഭരണഘടനയുമായിട്ട്. ഭരണഘടനയുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയാൽ, അതിനാൽ തന്നെ ഭരണഘടനയുടെ സൂക്ഷിപ്പുകാരനായിട്ടുള്ള കസ്റ്റോഡിയനായിട്ടുള്ള നമ്മുടെ സുപ്രീം കോർട്ട് അതിനെന്ത് ചെയ്യും? നള്ളിഫൈ ചെയ്യും. അപ്പോ ഒരു വ്യവസ്ഥയിൽ നിൽക്കുന്നത് ആ വ്യവസ്ഥയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് മാറിയാൽ പിന്നെ അവിടെ എന്തില്ല? അവിടെ ഒരു സൗഹൃദവും ഇല്ല എന്നുള്ളതാണ്. അപ്പോ ധർമ്മം, ആ തെറ്റ് എവിടെ വരുന്നു അവിടെ എന്തായിത്തീരുന്നു? അവിടെ വ്യവസ്ഥകൾ മാറിപ്പോകുന്നു, നിർവീര്യമാക്കപ്പെടുന്നു. ഇതാണ് ഈ ഉർവശിയുടെ ഇതേ നിലപാടാണ് എവിടെ കാണുന്നത്? രാമായണത്തിൽ കാണുന്നത്. രാമായണത്തിൽ കാണുന്നു. അതിനെപ്പറ്റി നമുക്കിപ്പോ അത് പറയാൻ നേരമില്ല. രാമായണത്തിൽ എന്താണ്? കൈകേയി ദശരഥനെ ഉപേക്ഷിക്കുന്ന ഭാഗം നോക്കുക. ദശരഥനെ ഉപേക്ഷിച്ചോ? കൈകേയി കൈവിട്ട് കളഞ്ഞു, ഇല്ലേ? കൈവിട്ട് കളഞ്ഞു, ഉപേക്ഷിച്ചു. ഉർവശി പുരൂരവസനെ ഉപേക്ഷിച്ചു. അതുപോലെ ആരുപേക്ഷിച്ചു? രാമായണത്തിൽ രാജാവിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഒരു ചക്രവർത്തി തന്റെ പത്നിയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് രാമനെ വിമർശിക്കുന്നവർ, അതിന്റെ മുൻപ് രാജധർമാനുഷ്ഠാനത്തിന് കോട്ടം വരുന്നിടത്ത് ഒരു ഭാര്യ തന്റെ ഭർത്താവിനെയാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. അതതിന്റെ മുൻപാണ്, സീതാപരിത്യാഗത്തിന്റെ മുൻപാണ് എന്ത് ചെയ്യുന്നത്? കൈകേയി ദശരഥനെ വിട്ടുകളയുന്നു. ദശരഥൻ പറയുന്നുണ്ട്, രാമനില്ലാതെ ഞാൻ ജീവിക്കില്ല, മരിച്ചു പോകും എന്ന് പറയുന്ന ദശരഥനോട് എന്താണ് പറയുന്നത്? ആയിക്കൊള്ളട്ടെ എന്നാണ്. ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അതാണ് സാലാവൃകാണാം ഹൃദയാന്യത എന്ന് പറയുന്നത്. ധർമ്മം എവിടെ ലംഘിക്കപ്പെടുന്നുവോ അവിടെ സ്ത്രീ എന്ത് ചെയ്യും? അവൾ ഏറ്റവും കഠോര ഹൃദയായി തന്നെ അതിനെ നേരിടുമെന്നാണ്. നോക്കൂ, ഈ വാക്കുകളുടെ ഉറപ്പൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയേറെ ദൃഢചിത്തയായിട്ടാണ് അവിടെ പറയുന്നത്. രാമായണം നോക്കിയാൽ, രാമായണം നമ്മളെപ്പോഴും ഒരു പുനർവായന ഒന്നും വേണ്ട, അതിന്റെ ശരിയായിട്ടുള്ള വായന നമ്മൾ നടത്തിയാൽ മതി. ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മളൊക്കെ എപ്പോഴും എന്താണ്? വളരെ തെറ്റിച്ച രാമായണം മനസ്സിലാക്കുന്നത്. കൈകേയിയെ നമ്മളെപ്പോഴും ഒരു ചീത്ത സ്ത്രീയായിട്ടാണ് കാണുന്നത്. വാൽമീകി തന്നെ പറഞ്ഞിട്ടുണ്ട് രാമായണത്തിൽ കൈകേയിച്ച യശസ്വിനി എന്ന് പറഞ്ഞിട്ടുണ്ട്. യശസ്വിനിയാണ് കൈകേയി എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യതിചലിക്കാതെ അതിനെ സ്ഥാപിക്കത്തക്ക വിധത്തിലുള്ളതായ ചരിതമാണ് കൈകേയിയുടേത് എന്ന് രാമായണത്തെ കൃത്യമായി വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് രാമായണം നോക്കിയാൽ? വാൽമീകി രാമായണം നോക്കിയാൽ. അങ്ങനെ പുരൂരവസനെ പറഞ്ഞു വിടുകയാണ് ഉർവശി. പുരൂരവസനോട് പറയുന്നു, പുരൂരവസെ നീ പോവുക, നീ പോയി നിന്റെ യജ്ഞം അനുഷ്ഠിക്കുക. അവസാനം നീ പുത്രരൂപേണ നീ ജനിക്കും. ആത്മാവൈ ജായതേ പുത്ര. ഒരു പിതാവ് തന്നെയാണ് പുത്രനായി ജനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ പേരിന്റെ കൂട്ടത്തിൽ അച്ഛന്റെ പേരും കൂടെ ഇടുന്നത്, അല്ലേ? അതുകൊണ്ടാണ്. അല്ലെ, മുരളി ഗോപിനാഥ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുരളി തന്നെയാകുന്ന ഗോപിനാഥൻ. ഗോപിനാഥൻ ഇവിടെ മുരളിയായിട്ട് ജനിച്ചിരിക്കുന്നു, അല്ലെ? ഇനി ലളിത എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ ലളിത ഗോപിനാഥൻ. അപ്പൊ ഒരു ഗോപിനാഥൻ തന്നെ പല പ്രജകളായിട്ട് ഇവിടെ മുരളിയായിട്ടും ലളിതയായിട്ടും ഇവിടെ ജനിച്ചിരിക്കുന്നു. അങ്ങനെ നിന്റെ മകനെ, നമ്മുടെ മകനെ, ഈ രാജാധികാരം, രാജ്യഭരണം എന്നുള്ളതായ ഈ യജ്ഞം നമ്മുടെ മകനെ ഏൽപ്പിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് മാത്രം നിനക്ക് നിന്റെ രാജ്യഭാരം ഒഴിയാം, നമുക്ക് വീണ്ടും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ്
പുരൂരവസനെ ഉർവശി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് തന്റെ സാന്നിധ്യം എന്തായിത്തീരുന്നു? ധർമാനുഷ്ഠാനത്തിന് കോട്ടം വരുന്നു എന്ന് കാണുമ്പോൾ ഉടനെ അതിനെ വിട്ട് കളയാൻ വൈമനസ്യം കാണിക്കാത്ത അതീവ ശക്തയായ ഒരു കഥാപാത്രത്തെ നാം അവിടെ ഈ ഋഗ്വേദത്തിൽ കാണുന്നു, ഉർവശിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള പലരും, പല വ്യക്തികളും എവിടെയുണ്ട്? ഈ ഋഗ്വേദത്തിൽ ഉണ്ട്. പല ഋഷികമാരും ഋഗ്വേദത്തിൽ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഐതരേയോപനിഷത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ പറയുകയുണ്ടായി. രാമായണത്തിലെ സ്ത്രീക്ക് എവിടെയാണ് ഒരു ദൗർബല്യമുള്ളത്? എവിടെയാണ് ഒരു പോരായ്മയുള്ളത്? ശാരീരികമായ വ്യഥ അനുഭവിക്കുന്നിടത്തും അതിനേക്കാൾ വലിയ മനം നുറുങ്ങുന്ന വ്യഥ അനുഭവിക്കുന്നിടത്തും വൈദവ്യം തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്നിടത്തും അചഞ്ചല ചിത്തരായി നിൽക്കുന്ന കൈകേയിയെ പോലുള്ള സ്ത്രീകളെ നമ്മൾ രാമായണത്തിൽ കാണുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായത് എത്രയോ കാലം മുൻപാണ്. ഈ കാലങ്ങളിൽ സ്ത്രീ വെറും അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരാളായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഈ കഥാപാത്രങ്ങളെ, ഈ ഋഷികമാരെ മാത്രം നാം എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ സാഹിത്യത്തിൽ ഇതെല്ലാം നമുക്ക് പറഞ്ഞിട്ടും. അപ്പോ ഏതുവരേക്ക്? ചക്രവർത്തിയെ ഉണ്ടാക്കുക, അല്ലെ? ചക്രവർത്തിയാകുക, കിങ് മേക്കർ. അവിടെ വരെ ആരുണ്ട്? സ്ത്രീകളുടെ പ്രഭാവമുണ്ട്. അതാണ് ഗനാഹ, ഗനാകൾ. ഗന എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം എന്ന് അറിയാമല്ലോ നമുക്ക്, അല്ലെ? നഗ്നൻ എന്ന വാക്കൊക്കെ ഉണ്ട്. നഗ്നൻ എന്താണ്? നഗ്നൻ, ഗനാകൾ ഉണ്ടെന്നുള്ള പരിഗണന കൂടാതെ നടക്കുന്നവൻ. അതുകൊണ്ടാണ് വിവസ്ത്രനെ നമ്മൾ നഗ്നൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദിഗംബരൻ എന്ന് ശിവനെ പറയുമ്പോൾ അതിനർത്ഥം നഗ്നനല്ല എന്ന് തിരിച്ചറിയേണ്ട ഒരു ബാധ്യതയും കൂടെ നമുക്കുണ്ട്. നഗ്നനല്ല, ദിഗംബരൻ, ദിക്കാകുന്ന അമ്പരത്തോട് കൂടിയവൻ. അമ്പരം എവിടെയാണ്? അമ്പരം വസ്ത്രമാണ്. വസ്ത്രം എവിടെയാണ്? വസ്ത്രം ശരീരത്തോട് ചേർന്നാണ് കിടക്കുന്നത്. ദിഗംബരൻ എന്ന് പറയുമ്പോൾ ദിക്കുകളോളം വ്യാപിച്ചു കിടക്കുന്ന ശരീരമുള്ളവൻ എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. അപ്പോ പദങ്ങളെ ഉപേക്ഷിക്കുന്നിടത്ത്, പദങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ ഈക്ഷിക്കുക. ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്. ഓരോ പദത്തെയും അടുത്ത് നോക്കുമ്പോൾ സംസ്കൃതത്തിന്റെ വ്യുത്പത്തി അനുസരിച്ച് വിശകലനം ചെയ്ത് ഓരോ പദത്തെയും അടുത്ത് നോക്കുമ്പോൾ നമ്മുടെ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും കുറിച്ച് നാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള എത്രയോ അബദ്ധധാരണകൾ ഇന്നും നാം കൊണ്ടു നടക്കുന്നുണ്ട് എന്ന സത്യം നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ അതിലൊന്ന് തന്നെയാണ് ഉജ്ജ്വലമായ ഭാരതീയ സംസ്കാരത്തെ ചിന്തിക്കുന്നതിന് വേണ്ടി നാം പറയുന്ന സ്ത്രീയുടെ ആ എന്താണ് സ്ഥാനം വളരെ പിന്നിലായിരുന്നു എന്ന് നാം പറഞ്ഞത് അങ്ങേയറ്റം അബദ്ധമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. സമൂഹത്തിൽ അത്യന്തം സമുജ്വലമായ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നവളാണ് ആർഷഭാരത സംസ്കാരത്തിലെ സ്ത്രീ എന്ന സത്യം നാം തിരിച്ചറിയുക. എന്നെ ശ്രവിച്ച എല്ലാവർക്കും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമസ്കാരം.